നിങ്ങളൊരു അവിശ്വാസിയാകരുത്, അല്പവിശ്വാസിയാകരുത്, വിശ്വാസത്തിൽ ക്ഷീണിച്ചവരാകരുത്, വിശ്വാസത്തിൽ തണുത്തവരാകരുത്, വിശ്വാസത്തിൽ ശക്തിപ്പെടുന്നവരാകണം. ഓ ഹല്ലേലൂയ. സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന ഫെയ്ത്ത് ഇന്നത്തെ ആരാധനയിൽ ആമേൻ നിങ്ങൾക്കുണ്ടാകണം. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയാം, നിന്റെ വിശ്വാസത്തിന്റെ മുമ്പിൽ ശത്രു പരാജയപ്പെടും. എത്ര പേര് അതിന് ആമേൻ പറയാൻ പറ്റും? ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വിശുദ്ധ വേദഗ്രന്ഥത്തിൽ നിന്ന് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-11 വേദഭാഗങ്ങളാണ് ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശുവും ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ വഴി നിരത്തി തരുമാറാകട്ടെ. മതി. പൗലോസിന്റെ കരത്താൽ രൂപപ്പെട്ടൊരു സഭയാണ് തെസ്സലോനിക്ക സഭ. തെസ്സലോനിക്ക സഭ പൗലോസിന്റെ ശുശ്രൂഷയിൽ എഴുന്നേറ്റ് വന്നൊരു സഭയാണ്. പൗലോസ് അവിടെ വളരെ കുറച്ച് ദിവസം മാത്രമേ തെസ്സലോനിക്കയിൽ ഉണ്ടായിരുന്നു. എന്നാൽ കൊരിന്തിൽ പൗലോസ് ഇരിക്കുമ്പം തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ വിശ്വാസത്തെ തൊട്ടുണർത്തുവാൻ പൗലോസ് ലേഖനം എഴുതിയിരിക്കുക. 3 കാര്യങ്ങൾ പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. 1, നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ അടുക്കൽ വരാനും എനിക്ക് ആഗ്രഹമുണ്ട്, അതിന് ഞാൻ രാവും പകലും പ്രാർത്ഥിക്കും. 2, എന്തിനാ വരുന്നതെന്നറിയാമോ? നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർത്തു തരാൻ വേണ്ടിയാണ്. സ്തോത്രം. നമ്മൾ ഇച്ചിരി ഗഹനമായിട്ട് ഈ ദൂത് ഒന്ന് വെളിപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഈ തെസ്സലോനിക്ക ലേഖനം പഠിക്കണമെങ്കിൽ തെസ്സലോനിക്ക പട്ടണത്തെക്കുറിച്ച് ഇച്ചിരി പഠിക്കണം. ഗ്രീക്ക് സാമ്രാജ്യം അലക്സാണ്ടർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അലക്സാണ്ടറിന് പിന്നൊരു പിൻഗാമിയില്ല. ആ സമയത്ത് 4 സൈനികർക്ക് ഈ ഗ്രീക്ക് സാമ്രാജ്യം വിഭജിച്ചു കൊടുത്തു. അതിനകത്ത് മാസിഡോണിയ കൊടുത്തത് കസാൻഡർക്കാണ്. കസാൻഡർ കല്യാണം കഴിച്ചത് അലക്സാണ്ടറിന്റെ പെങ്ങളെയാണ്. അലക്സാണ്ടറിന്റെ പെങ്ങളുടെ പേരാണ് തെസ്സലോനിക്ക. തൻ്റെ ഭാര്യയുടെ പേര് മറക്കാതിരിക്കാൻ ഒരു പട്ടണം പണിതിട്ട് അതിന് തെസ്സലോനിക്ക എന്ന് പേരിട്ടു. ആ തെസ്സലോനിക്കയുടെ പ്രത്യേകത, അവിടെ എത്ര മനുഷ്യരുണ്ടോ അതിൻ്റെ ഇരട്ടി വിഗ്രഹങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് തെസ്സലോനിക്കയിലുള്ളവര് കർത്താവിനെ കാണുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അത് പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. 1 തെസ്സലോനിക്കർ 1:9 ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിനകത്തൊരു പരാമർശം കാണാൻ കഴിയും. സ്തോത്രം. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കലുള്ള പ്രവേശനം എങ്ങനെ സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറഞ്ഞു. വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്ന് അവർ തന്നെ പറയുന്നു. തെസ്സലോനിക്കർക്ക് തന്നെ ആശ്ചര്യം. അതിന്റെ കാരണം എന്നാന്നറിയാമോ? 3-ാം സ്വർഗം വരെ പോയ പൗലോസ്
ദൈവശക്തിയാൽ നിറയപ്പെട്ട പൗലോസ് തൻ്റെ മേൽ വെളിപ്പെട്ട വചനവും അഭിഷേകവും അധികാരത്തിനു മുമ്പിൽ തെസ്സലോനിക്ക പട്ടണത്തിൽ വാണ ദുഷ്ടശക്തികൾ പൗലോസിന് മുമ്പിൽ പരാജയപ്പെട്ടു. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയാം. സാധാരണ കവിഞ്ഞൊരു അഭിഷേകം നിന്റെ മേൽ ഉണ്ടെന്ന് നീ വിശ്വസിക്കാൻ തുടങ്ങിയാൽ സകല ദുഷ്ടശക്തികളും നിന്റെ മുമ്പിൽ കീഴടങ്ങാൻ തുടങ്ങും. സ്തോത്രം. തെസ്സലോനിക്കയില് ഉള്ള വിശ്വാസികള് പൗലോസ് പറയും, എനിക്ക് നിങ്ങളെ കാണാൻ, നിങ്ങളുടെ മുഖം കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് രാവും പകലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ കാരണം അതേ തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, 2-3 വട്ടം നിങ്ങളുടെ അടുക്കൽ വരാൻ ഞാൻ ആഗ്രഹിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടഞ്ഞു. എന്നിട്ടിരിക്കുന്ന ചിലരോടൊക്കെ ഒരു ദൂത് പറയാനുണ്ട്. ചില ആഗ്രഹങ്ങളെ സാത്താൻ തടയും. എന്നാൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത്, ആ തടസ്സങ്ങൾ മാറാൻ രാവും പകലും പ്രാർത്ഥന ആവശ്യമാണ്. സ്തോത്രം. എനിക്കെന്തോ ഇവിടെ നിൽക്കുമ്പോൾ ഒരു വെളിപ്പാട് ദൈവം തരിക. എവിടൊക്കെയോ ചില തടയുന്ന കൈകൾ ഇന്ന് മാറാൻ പോവുക. എത്ര പേർ നിന്റെ ആഗ്രഹത്തെ തടയുന്ന, യേശുവിന്റെ നാമത്തില് നിന്റെ ആഗ്രഹത്തെ തടയുന്ന, നിന്റെ അഭിഷേകത്തെ തടയുന്ന, സ്തോത്രം സ്തോത്രം, തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? എവിടൊക്കെയോ ചില തടയുന്ന ശക്തികൾ ഇന്ന് വഴിമാറി പോകണം. ചില വീടുകളിലേക്ക് വെളിപ്പെടേണ്ട നന്മ വഴിമധ്യത്തിൽ തടയപ്പെട്ട് കിടക്കുക. ഇന്ന് ദൈവം പറയും, ആ തടസ്സങ്ങളെ മാറ്റാൻ നിങ്ങൾക്ക് രാവും പകലും പ്രയർ ആവശ്യമാ. അപ്പൊ പൗലോസ് പറയും, എനിക്ക് നിങ്ങളുടെ മുഖം കാണാൻ ആഗ്രഹമുണ്ട്. ആരോട് പറയുക? തെസ്സലോനിക്ക വിശ്വാസികൾക്ക് ലേഖനം എഴുതുക, എനിക്ക് നിങ്ങളുടെ മുഖം കാണാൻ ആഗ്രഹമുണ്ട്. പിന്നെന്താ നടക്കാത്തെ? ഞാൻ 2-3 വട്ടം അതിന് ഒരുങ്ങി ഇറങ്ങിയതാ, പക്ഷെ സാത്താൻ എന്നെ തടഞ്ഞു. വായിച്ചിട്ടില്ലേ തെസ്സലോനിക്ക ലേഖനം എടുത്ത്? സ്തോത്രം. 1 തെസ്സലോനിക്ക 2:18 വായിച്ചേ. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായി ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. എനിക്കിവിടെ ഒരു ബോധ്യം തരിക. ഇന്നത്തെ സെക്ഷനകത്ത് തടസ്സം നിൽക്കുന്ന പലതും ദൈവം ഇന്ന് വഴിമാറ്റി തരും. 20-ാം സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും അവൻ നിവർത്തിക്കട്ടെ. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, നിന്റെ ചില ആഗ്രഹങ്ങൾ ഉടനെ നടക്കാൻ പോവാന്ന് പറ. ഹല്ലേലൂയ. ആരാധിക്കുന്ന ചിലരോടൊക്കെ കർത്താവിന്റെ ദൂത, എത്ര ആഗ്രഹിച്ചിട്ടും ഒരു ലിമിറ്റിനപ്പുറത്ത് പോകാൻ കഴിയാത്ത ആ അവസ്ഥയൊക്കെ മാറിയിട്ട് നീ ആഗ്രഹിച്ചതുപോലെ ചില തടസ്സങ്ങൾ പൊട്ടി നിന്റെ കൂടാരത്തിനകത്ത് ആ നന്മ വെളിപ്പെടാൻ പോവാ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കണമെന്ന്? എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? അതിന് ഞാൻ മുമ്പേ ചോദിക്കട്ടെ, നല്ല ആഗ്രഹങ്ങൾ ഹൃദയത്തിലുണ്ടോ? എന്തുവാ നല്ല ഉണ്ടോ? എന്നാ എല്ലാം നടക്കാൻ പോവാ. പൗലോസ് പറയാ, 2-3 വട്ടം നിങ്ങളുടെ അടുക്ക വരാൻ ഞാൻ ആഗ്രഹിച്ചു, പക്ഷെ സാത്താൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ താടിക്കൈ കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഒരു വാക്യം കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം, അപ്പൊ നിങ്ങൾക്ക് ഇച്ചിരൂടെ മനസ്സിലാകും. 37-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തില് ദാവീദ് വെളിപ്പെടുത്തുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. വേറെങ്ങും സന്തോഷിക്കാൻ പോകരുത്, യഹോവയിൽ തന്നെ രസിച്ചോണം. ഇങ്ങോട്ട് സ്റ്റെപ്പൊക്കെ കയറി വരുമ്പോ ഈ 5 കോടിയുടെ കടബാധ്യതയുടെ കാര്യം ഓർത്തോണ്ട് വന്നേ. ഇവിടെ വന്നിരുന്നപ്പോ അങ്ങ് ഭയങ്കര സന്തോഷവും ചിരിയും പാട്ടും പ്രാർത്ഥനയും സ്തോത്രവും ഒക്കെ. അയ്യോ, ആ കേറി വന്ന ആളല്ലല്ലോ. കാരണം എന്താ? ബൈബിൾ പറയുന്നത് യഹോവയിൽ തന്നെ എന്തോ ചെയ്തോണം. രസിച്ചാലുള്ള പ്രത്യേകത, ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് സാധിപ്പിച്ചു തരും. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഇതൊരു വിശ്വാസമാണ്. ദൈവം ആ കാര്യം സാധിപ്പിക്കുമെന്ന് ഉറപ്പുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. യോഗത്തിന് വരുമ്പോൾ ചിലർ ചിരിക്കുക പോലും ചെയ്യാത്ത ഭക്തി പോകുമെന്ന് വിചാരിച്ച എന്തുവാ ഭക്തി?
ഇല്ല, ഒന്ന് ചിരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. യഹോവയിൽ തന്നെ സങ്കീർത്തനക്കാരൻ പറയാ, വലിയ കൊള്ള കണ്ട് കിട്ടിയ പോലെ നിന്റെ വചനത്തിൽ ഞാൻ ആനന്ദിക്കുന്നു. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അല്ലാതെ മ്ലാനമായ മുഖത്തോടല്ല ദൈവത്തെ വിളിക്കേണ്ടേ. എങ്ങനെയാ വിളിക്കേണ്ടേ? യഹോവയിൽ തന്നെ രസിക്കണം. ചിലർ എന്നോട് പറയും, പാസ്റ്ററെ എനിക്ക് വചനം കേൾക്കുമ്പോൾ ഉറക്കം വരും. അതൊരു കൊടിയ പിശാചാ. മിണ്ടുന്നില്ല. വചനം കേൾക്കുമ്പോൾ ആരേലും സീരിയല് കാണുമ്പോൾ ഉറങ്ങുമോ? ഭയങ്കര സീരിയൽ ഇരുന്നുകൊണ്ടിരിക്കുക ഇല്ല. പക്ഷെ വചനം കേൾക്കുമ്പോൾ മാത്രം ഒരാളോട് നുണ പറയുമ്പോൾ ഉറക്കം വരുമോ? നമ്മളൊരു കല്ല് വെച്ച നുണ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരാളോട്. ഓ കോട്ടുവാ വരുന്ന, എന്നാ ഇനി ഇന്ന് നുണ നിർത്താം, നാളെ നില്ല. ഉറങ്ങിയില്ലല്ലോ അത് പറഞ്ഞ്. പക്ഷെ വചനം കേൾക്കാൻ അങ്ങോട്ട് വരുമ്പോൾ മാത്രം എൻ്റെ പൊന്ന് ബ്രദറേ, അറിയാതെ കോട്ടുവാ വരുന്നു, പരവേശം വരും. കൊടിയ സാധനം ഉണ്ട്. ഇന്ന് യോഗം കഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ പോകാവൂ. ഇന്ന് തൂങ്ങുന്നതൊക്കെ കണ്ട. ഇനി ഞാൻ കുറച്ച് ചോക്കൂടെ വാങ്ങിച്ചൊരു പാത്രത്തിൽ ഇവിടെ കൊണ്ടുവെക്കാനാ. സ്കൂളിലൊക്കെ പിള്ളേരുടെ ഏകാഗ്രത പോകുമ്പോൾ സാറുമാരെന്തോ ചെയ്യും? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങോട്ട് നോക്കാം. ഞാനാരെയും എറിയാനൊന്നും പോകുന്നില്ല. തൂതിലോട്ട് വരാം നമുക്ക്. ഇപ്പൊ വചനം കേൾക്കുമ്പോൾ എന്താ ചെയ്യാൻ പാടില്ല? ഉറങ്ങാൻ പാടില്ല. സാത്താനെ കൊണ്ട് രാരോ പൊന്നു മോൻ കേൾക്കല്ലടാ, നിനക്ക് ഗുണം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് രാരോ വെക്കുക. ആ മടിയിൽ നിന്ന് ഇറങ്ങണം, കർത്താവിൻ്റെ അടുക്കൽ ഇരിക്കണം. അപ്പം നിങ്ങൾ യഹോവയിൽ തന്നെ രസിക്കണം. എത്ര വലിയ പ്രശ്നമുണ്ടെന്നല്ല, വചനത്തിൽ നിനക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒന്ന് അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ചൊരു വിശ്വാസം പറ. ആഗ്രഹിച്ച പോലെ നടക്കാൻ പോവാന്ന് പറ. ചിരിച്ചോണ്ടൊക്കെ പറ. ആഗ്രഹിച്ച പോലെ നടക്കാൻ പോവാ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എപ്പോഴും പരിചയമുള്ളൊരു വാക്യം 107 സംഗീതമാണ്. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. കുറെ നാളുകൊണ്ട് ആഗ്രഹിക്കുമായിരുന്നു. ആ തുറമുഖം നീ എത്താൻ പോവാ. ആ സ്ഥലത്ത് നീ എത്താൻ പോവുക. ആ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ പോവുക. ആ സാലറി വാങ്ങാൻ പോവുക. ആ നന്മ പ്രാപിക്കാൻ പോവുക. നിന്റെ വീടിന്റെ ഹൗസ് വാമിങ് നടക്കാൻ പോവുക. ആഗ്രഹിച്ചതേ ദൈവത്തെ രസിച്ച നിന്റെ സ്റ്റക്കായ പേപ്പർ ഇന്ന് റിലീസായി വരും. നിന്റെ കുഞ്ഞ് കുരുങ്ങിക്കിടക്കുന്ന സ്ഥലത്തെ കുരു കഴിയും. നീ ആഗ്രഹിച്ചത്. സ്തുതിക്കാമെങ്കിൽ സ്തുതിച്ചോ. എനിക്കറിയാം, ഇന്ന് യോഗം ആശീർവാദം പറയുന്നതിന് മുമ്പ് ചിലരുടെ ആഗ്രഹങ്ങൾ ദൈവം സാധിപ്പിക്കാൻ പോവാ. അപ്പൊ ഞാൻ ആ ഭാഗം പറഞ്ഞു വിടുക. അടുത്ത ഭാഗത്തോട്ട് നമ്മൾ വരിക. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. അതാണ് പ്രധാന ഭാഗം. സ്തോത്രം. അപ്പം പൗലോസ് പറയുകയാണ്, ഞാൻ വരുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കാൻ വേണ്ടിയാണ്. ഈ ദൈവമക്കൾക്ക് പൊതുവേ ഉള്ളൊരു പേരാണ് വിശ്വാസി. എന്തുവാ? ചില പറയത്തില്ല, ഞാനൊരു വിശ്വാസിയാണ്. പലർക്കും വി മാറ്റിയിട്ട് ബാക്കിയേ ഉള്ളൂ. എന്തുവാ? ശ്വാസം ഉണ്ടെന്നില്ലല്ലോ. വിശ്വാസം പറയേണ്ട പാസ്റ്റർമാര് പോലും ഇപ്പൊ അവിശ്വാസം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും മിണ്ടുന്നില്ലല്ലോ. പാസ്റ്റർ 100 ഡിഗ്രി നിന്നാലേ വിശ്വാസി 80 വരത്തുള്ളൂ. പാസ്റ്റർ നിന്നുറങ്ങിയ വിശ്വാസി ഇരുന്നുറങ്ങും. പാസ്റ്റർ ഇരുന്നുറങ്ങിയ വിശ്വാസി കിടന്നുറങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ഞാൻ വലിയ കാര്യത്തിലോട്ട് വരിക. എന്താ കാര്യം ഇവിടെ പറയാം? സ്തോത്രം. ധന്യനായ പൗലോസ് തൻ്റെ ശുശ്രൂഷയുടെ ഒടുവിലത്തെ സമയത്ത് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അപ്പൊ വിശ്വാസം എന്ത് ചെയ്യേണ്ടതാ? കാക്കേണ്ടത്. ആര്? അവരവര്. എൻ്റെ വിശ്വാസം, സ്തോത്രം, തണുത്തു പോകാതെ ആ വിശ്വാസം കാക്കേണ്ടത് എൻ്റെ കടമയാണ്. വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അല്പവിശ്വാസമുണ്ട്, കടുകുമണിയുടെ വിശ്വാസമുണ്ട്, വലിയ വിശ്വാസമുണ്ട്. നിങ്ങൾ ഏത് തലത്തിലാണെന്ന് തിരിച്ചറിയണം. ഇവിടെ പൗലോസ്ലീഹ പറയുന്ന ഒരു ഭാഗത്തിലോട്ടാണ് നമ്മുടെ ചിന്ത പോകുന്നേ. സ്തോത്രം. അവർ വിശ്വാസം കാത്തു. എന്തുവാ? വിശ്വാസം കാത്തു. കാരണം എന്തുകൊണ്ട് വിശ്വാസം കാക്കണം? 4 കാരണങ്ങളാൽ കാക്കണം.
ആ 4 കാര്യങ്ങളെ ഒന്ന് വെളിപ്പെടുത്താൻ പോവാ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നിങ്ങളൊരു അവിശ്വാസിയാകരുത്, അല്പവിശ്വാസിയാകരുത്, വിശ്വാസത്തിൽ ക്ഷീണിച്ചവരാകരുത്, വിശ്വാസത്തിൽ തണുത്തവരാകരുത്, വിശ്വാസത്തിൽ ശക്തിപ്പെടുന്നവരാകണം. ഓ ഹല്ലേലൂയ. സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന ഫെയ്ത്ത് ഇന്നത്തെ ആരാധനയിൽ ആമേൻ നിങ്ങൾക്ക് ഉണ്ടാകണം. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, നിന്റെ വിശ്വാസത്തിന്റെ മുമ്പിൽ ശത്രു പരാജയപ്പെടും. എത്ര പേര് അതിന് ആമേൻ പറയാൻ പറ്റും? വചനത്തിലേക്ക് നമുക്ക് അടുത്ത് വരാം. ആമേൻ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം എടുക്കാം, 13-ാം അധ്യായം എടുക്കാം, 8-ാം വാക്യത്തോടെ ധ്യാനം തുടങ്ങാം. എന്നാൽ ഏലിമാസ് എന്ന വിദ്വാൻ, ഇതാകുന്ന അവന്റെ പേരിന്റെ അർത്ഥം, അവരോട് എതിർത്ത് നിന്ന് ദേശാധിപതികളുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു. ഇവിടെ വിശ്വാസത്തെ തടുക്കുന്ന ഒരു മനുഷ്യനെ ബൈബിൾ വെളിപ്പെടുത്തുക. എന്തുവാ? വിശ്വാസത്തെ തടുക്കുക. ചിലർക്കൊരു കുഴപ്പമുണ്ട്, അവര് വിശ്വസിക്കുകയില്ല, മറ്റൊരാളെ വിശ്വസിക്കാൻ സമ്മതിപ്പിക്കത്തുമില്ല. പ്രയോഗമൊക്കെ വേറെയാ. ഇവൻ കഴിക്കത്തുമില്ല, വേറെ ആരെയും കഴിപ്പിക്കത്തും ഇല്ലെന്നാ പ്രയോഗം. ഞാൻ അതിനെ വിശ്വാസീകരിച്ചു പറഞ്ഞതേ ഉള്ളൂ. ചിലര് എപ്പം കാര്യം മനസ്സിലായല്ലോ. ചിലര് വിശ്വസിക്കുകയുമില്ല, ചിലരെ വിശ്വസിക്കാനൊട്ട് സമ്മതിപ്പിക്കത്തുമില്ല. ചിലരിങ്ങനെ കൂടെ നടന്ന് ഉള്ള വിശ്വാസം തല്ലിക്കെടുത്തു. അങ്ങനെ ഒരു ഫ്രണ്ട് നിനക്കുണ്ടെങ്കിൽ അവൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നത് ഏറെ നല്ലതാണ്. കാര്യം നിനക്ക് വിടുതല. ഞാൻ വാക്യത്തിലോട്ട് വരിക. ഇവിടെ നമുക്ക് അതിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ വായിക്കാം. ഇനി ഒരു ഫ്ലോയിൽ പോകാൻ പോവുക. ദൈവാത്മാവ് തരുന്നൊരു നിയോഗപ്രകാരം. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു. അവർ ദ്വീപിൽ കൂടി പാഫോസ് വരെ ചെന്നപ്പോൾ ബെറേശു എന്നു പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു. ഒരു കള്ളപ്രവാചകനെ കണ്ട. അവന്റെ പേരെന്തുവാ? ബെറേശു. എന്തുവാ? ബെറേശു. എന്തോ ഉറക്കെ പറഞ്ഞേ. അവന്റെയും പേര് യേശു എന്ന, അറ്റത്ത് ബെറെന്നുണ്ടെന്നേ ഉള്ളൂ. ബെറേശു. അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടെ ആയിരുന്നു. ദേശാധിപതിയായ സെർഗ്യോസ് പൗലോസ് എന്ന ആടെ കൂടെയാണ് ഈ ബെറേശു എന്ന് പറയുന്ന കള്ളപ്രവാചകൻ. അവൻ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി. ഈ സെർഗ്യോസ് പൗലോസിനൊരു ആഗ്രഹം ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. വചനം കേൾക്കാൻ ഒരു ആഗ്രഹം. ഈ ചിലർക്കൊന്നും വലിയ വിശ്വാസം ഇല്ലേലും വചനം കേൾക്കാൻ ചിലർക്കൊക്കെ ആഗ്രഹമുണ്ട്. മിണ്ടുന്നില്ലല്ലോ. ചിലർക്ക് പറഞ്ഞില്ലയോ പാസ്റ്ററെ, TV-യിലൊക്കെ പ്രസംഗിക്കും, അച്ഛൻ കുടിച്ചിട്ടാന്നേലും പാസ്റ്റർ പ്രസംഗത്തിനിരിക്കും. അന്നേരം അച്ഛൻ ഇച്ചിരി സ്വോത്രമൊക്കെ കൂടുതൽ പറയും. ആത്മാവ് വന്നിട്ടൊന്നുമല്ല, അച്ഛൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ആ സ്പിരിറ്റേ, ഹോളി സ്പിരിറ്റ് അല്ല. പിന്നെന്തുവാ? മദ്യത്തിൻ്റെ ഏത് സ്പിരിറ്റിലായാലും സ്തോത്രം പറഞ്ഞാൽ മേളി അംഗീകരിക്കുമെന്ന് ചിന്തിക്കരുത്. അത് വെറുതെയാ. ചെല്ലു പറയുമ്പോൾ, ഞാൻ ഈയിടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ അച്ഛന് ഇച്ചിരി കുടിക്കുമെന്നില്ല, എൻ്റെ പാസ്റ്റർ തങ്കം പിടിച്ച മനുഷ്യനാണ്. ഇങ്ങനൊരു മനുഷ്യൻ, ഈ പുള്ളി അച്ഛനാകേണ്ടതാ. ഞാൻ പറഞ്ഞു, ആകാഞ്ഞത് ഭാഗ്യം. എന്നിട്ട് അടുത്തോട് പറയുക, എൻ്റെ പാസ്റ്ററെ ഇച്ചിരി കുടിച്ച ചക്ക വന്നാലും വൈകിട്ടത്തെ ആ ഒരു പാട്ടും കുടിക്കുന്ന 7 പാട്ടാ ഞങ്ങളുടെ വീട്ടിൽ. ഞാൻ മനസ്സിൽ പറഞ്ഞ് 70 പാടിയിട്ടും കാര്യം, സ്പിരിറ്റ് വേറെയാ. മിണ്ടുന്നില്ല. പിന്നെ രാത്രിയിലെല്ലാം അച്ഛൻ അങ്ങ് ബറ പറഞ്ഞുകൊണ്ട് നടക്കുക. മറുഭാഷയൊന്നുമല്ല. ഞാൻ പറഞ്ഞ അത് സ്പിരിറ്റാ, പിണങ്ങൊന്നും ചെയ്യല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞ് ഞാൻ ദൂതിലോട്ട് വരാം. പിന്നെ അച്ഛൻ തങ്കം പിടിച്ച മനുഷ്യൻ. ഞങ്ങൾ ഒരിക്കൽ സൂചാട് വേലയ്ക്ക് ഒരിടത്ത് ചെന്നപ്പോൾ ഒരു വീട്ടുകാരെ കുറിച്ച് പറഞ്ഞു, പുള്ളി സ്വർഗത്തിൽ പോയില്ലേ, ഈ പഞ്ചായത്തിൽ ആരും സ്വർഗത്തിൽ പോകത്തില്ലെന്ന്. ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ? പുള്ളി 10 തേങ്ങ കിട്ടി 5 പാവങ്ങൾക്ക് കൊടുക്കും. കപ്പ വിഴുത പകുതി കപ്പ പാവങ്ങൾക്ക്. ഞാൻ പറഞ്ഞു, എൻ്റെ ആൻറ്റി, കപ്പ വേറെ, ചക്ക വേറെ, തേങ്ങ വേറെ, സ്വർഗം വേറെ.
കപ്പയും ചക്കങ്ങത്ത് കൊടുത്താൽ സ്വർഗത്തിൽ പോയാൽ നമ്മൾ മൊത്തം കൊടുക്കത്തില്ലായിരുന്നു. നമ്മളാരും മിണ്ടുന്നില്ലല്ലോ. തമ്പുരാനെ എങ്ങനെയാലും സുഖിപ്പിച്ച് സ്വർഗത്തിൽ കയറാന്ന് ആരും ചിന്തിക്കല്ലോ. ഇതൊന്നും നടക്കുകയല്ല. ഇതൊക്കെ നിന്റെ ഈ കുഞ്ഞ് ചെറിയ ബുദ്ധിക്കകത്തുള്ള ചിന്തയായതൊന്നും നടക്കുകയല്ല. നമുക്ക് ഈ എയർപോർട്ടിൽ നിന്ന് അടുത്ത എയർപോർട്ടിലോട്ടൊന്ന് പോണേ, എന്തൊക്കെ ചെക്കിങ് നടത്തി വേണം പോകാൻ. അല്ലേ അല്ലേ? രാവിലെ ഞാൻ പോവാന്ന് പറഞ്ഞ് പോകാൻ പറ്റത്തില്ല. സ്തോത്രം. ഷോൾഡർ ബാഗ് വിട്ടുകൊണ്ട് ട്രെയിനെ കയറാം, പക്ഷെ ഫ്ലൈറ്റിൽ കയറാൻ പറ്റുകയില്ല. കയറണമെങ്കിൽ അതിനകത്ത് ആ അവര് പറഞ്ഞിരിക്കുന്ന ഒരു സാധനവും പാടില്ല. കൊണ്ടേ ആ ബാഗ് അങ്ങോട്ട് ഇടും, ആ കൂക്കു അടിക്കും. ഇവിടുന്നും നിനക്ക് 1 മണിക്കൂർ ദൂരെയുള്ള രാജ്യത്ത് പോകാൻ ഇത്രയും നിയമം ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകാൻ എന്നാ നിയമമായിരിക്കും? അതെല്ലാം കൂടെ പറഞ്ഞ ഇപ്പൊ സ്വോത്രം പോ. ഞാൻ അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. അപ്പൊ ചുരുക്കി ഞാൻ പറഞ്ഞ ഈ ഭാഗത്തോട്ട് വരുമ്പം ഈ മനുഷ്യന് വചനം കേൾക്കാൻ ആഗ്രഹമുണ്ട്. ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി എന്ത് ചെയ്തു? വചനം. സ്തോത്രം. ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. എന്നാൽ എലിമാസ് എന്ന വിദ്വാൻ, ഇതാകുന്ന അവന്റെ പേരിന്റെ അർത്ഥം, അവരോട് എതിർത്ത് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു. ശൗല് പ്രസംഗിക്കും, കർത്താവ് രക്ഷിക്കും. ഉടനെ പുള്ളി ദേശാധിപതി പറയും, ഉമ്മമാരി ഉമ്മ പറയുന്ന പുള്ളിയുടെ കസിൻസ് ഇപ്പോഴും ഉണ്ട്, സ്പിരിച്വൽ മാർക്കറ്റിലുണ്ട്. ഒത്തിരി ഇങ്ങനെ ഇല്ലെന്ന് പറയുന്നവരല്ല ഓർത്തോണം, പുള്ളിയുടെ ബ്രദേഴ്സാ. ആരാ? ബെറേശുവിന്റെ കസിൻസാ. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം 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 സ്തോത്രം. ഞാൻ ഒരിക്കല് ഇവിടുന്ന് വിദേശ രാജ്യത്ത് പോയ ഒരു സഹോദരനെ വിദേശ രാജ്യത്ത് വെച്ച് കണ്ടു. അപ്പൊ കണ്ടപ്പോ പുള്ളിയോട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് വിശ്വാസ ജീവിതം? തട്ടിയും മുട്ടിയൊക്കെ പോകുന്നു. പ്രയറിനൊന്നും പോകാനുള്ള സാവകാശമില്ല. പ്രയറിനൊന്നും പോകാനുള്ള കാര്യം വെള്ളിയാഴ്ചയൊക്കെ ഡബിൾ ഡ്യൂട്ടിയാ, ഇരട്ടി ശമ്പളാ, ഡബിൾ സാലറിയാ. സാധാരണ 8 മണിക്കൂറുണ്ട്, 16 മണിക്കൂർ ജോലി, അതിനെല്ലാം ഡബിൾ ട്രിപ്പിൾ സാലറിയാ. അന്നേരം പിന്നെ അത് കളഞ്ഞിട്ട് ആരാധനയ്ക്ക് പോകാൻ പറ്റുമോ? എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയല്ലേ എന്ത്? അവിടെയും കടവാ, ഇവിടെയും കടവാ. മിണ്ടുന്നില്ല. വേറൊരു സഹോദരൻ ഇവിടെ വെച്ച് ഭയങ്കര തീക്ഷ്ണതയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ആരാധനയ്ക്ക് പോകുന്നില്ല. ഞാൻ ചോദിച്ചു, എന്തുവാ കാര്യം? അവരുടെ കമ്പനിയുടെ മാനേജര് ഒരു പൈസയ്ക്ക് ആവശ്യം വന്നു പറഞ്ഞു, നിന്റെ പാസ്പോർട്ട് ഇവിടെ വെച്ചാൽ കാശ് തരാം, പക്ഷെ ഒറ്റ കാര്യം, പള്ളിപ്പോക്ക് അങ്ങ് നിർത്തിയേക്കണം. മിണ്ടുന്നില്ലല്ലോ. എവിടെയും പ്രശ്നം വിശ്വാസത്തെ തടയുന്നവരാ. നിന്റെ വീട്ടിൽ നിന്റെ വിശ്വാസത്തെ തടയുന്ന ബെറേസുകൾ ഉണ്ടെങ്കിൽ ഇന്നത് ശാസിക്കപ്പെടണം. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ഉറപ്പ് തരിക, തടയുന്ന കരങ്ങൾ ഇന്ന് വഴിമാറി പോകണം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇനിയും ചിലതിന് തടയാൻ പറ്റുകയില്ല. അവിടെ നിന്നോണ്ടൊരു വെളിപ്പാട് പറയാം. നമുക്ക് ആ ഭാഗത്തോട് തിരിച്ചു വരാം. അപ്പോസ്തലപ്രവൃത്തിയിലെ വാക്യത്തിലേക്ക് വന്നാട്ട്. എലിമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നവന്റെ പേരിന്റെ അർത്ഥം, അവരോട് എതിർത്ത് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു. അപ്പോൾ പൗലോസ് എന്ന് പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി. ഇത് കണ്ടപ്പം പൗലോസ്, എന്നാ പിന്നെ നമുക്ക് അങ്ങ് പോയേക്കാം. ഈ സ്വർഗ്യോസ് പൗലോ ഇവനോട് സൂചാനം പറഞ്ഞില്ലേലും കൊല്ലവല്ല പോവാന്നല്ല, പൗലോസ് ആത്മാവിൽ നിറഞ്ഞു. ഉണ്ടെന്നില്ല. തടയുന്ന എതിരാളിയെ കണ്ടാൽ അടങ്ങിയിരിക്കരുത്, ആത്മാവിൽ നിറയണം. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക, നിന്റെ വിശ്വാസത്തെ തടയുന്ന, നിന്റെ കൃപാവരങ്ങളെ തടയുന്ന, നിന്റെ അഭിഷേകത്തെ തടയുന്ന യേശുവിന്റെ ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്.
ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയുക, പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത്. നീ ഈ ദിവസങ്ങളിൽ നിന്റെ വിശ്വാസത്തെ തടയുന്ന സകല ബന്ധനങ്ങൾ വഴിയണം. ഒരിക്കൽ ഞാൻ പോയ ഒരു കല്യാണ വീട്ടില്, ഈ തലേദിവസം കല്യാണ വീട് മുഴുവൻ ഈ ലൈറ്റ് കൊണ്ട് അങ്ങ് അലങ്കരിച്ചു. ഇവിടുത്തെ ന്യൂ ജനറേഷൻ അല്ലയോ. അപ്പം വെളിയിലൊരു സ്റ്റേജൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചാൽ, എന്നിട്ട് വലിയ സിസ്റ്റമൊക്കെ കൊണ്ടുവച്ചേക്കാൻ അടിക്കാനായിട്ട്. രാത്രി അത് അടിക്കുമ്പം പിള്ളേരെല്ലാം കൂടി, അവൻ്റെ കൂട്ടുകാർ കുറച്ച് പേര് നോർത്ത് ഇന്ത്യ വന്നിട്ടുണ്ട്, അവന്മാരെല്ലാം കൂടെ കിടന്ന് സ്റ്റേജിൽ ആടും പാടും പിന്നെ പൊട്ടിക്കും. ഭയങ്കര പരിപാടിക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാ. അപ്പം ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന കൂട്ടത്തിൽ ഒരു 10-25 പേര് വന്ന കൂട്ടത്തിൽ ഒരുത്തൻ ഉപദേശിയായി. അപ്പം പിള്ളേരെല്ലാം ഇങ്ങനെ ഈ റിബണൊക്കെ ഇങ്ങനെ കെട്ടി, ഈ മ്യൂസിക്കെല്ലാം അവിടെ സെറ്റ് ചെയ്ത് കയറുക, പാട്ടിടുക, ആടുക. അപ്പം ഈ പുള്ളി നല്ല പുള്ളിയാണ്ട്. ഉപദേശി പറഞ്ഞു, പിള്ളേരെ എന്താ തുടങ്ങിയാലും പ്രാർത്ഥിച്ചു തുടങ്ങണം. സ്വതന്ത്രം. അങ്ങനെ പുള്ളി പ്രാർത്ഥിക്കാൻ കയറിയിട്ട് പുള്ളി ഒരു ഹിന്ദി പാട്ട് പാടി. അപ്പം കീബോർഡും ഈ ട്രംപാടും ഒക്കെ ഉണ്ട്. ഇവരോട് പറഞ്ഞേക്കുന്ന ആരാന്നല്ല, ആര് പാടിയാലും അടിച്ചോണമെന്നാ. ഇവർക്കൊന്നും അറിയത്തില്ല. ഇവൻ ഹിന്ദി പാട്ട് തുടങ്ങി, ഇവൻ പാട്ട് നിർത്തിയില്ല. 2.5 മണിക്കൂർ അങ്ങ് പാടി. നല്ല ക്രിസ്തീയ ഗാനങ്ങൾ മൊത്തം പാടി. അവസാനം കയ്യടിയായി. സ്തോത്രം. അകത്തിരുന്ന ആൻറ്റിമാരനും കൂടെ വെളിയിറങ്ങി. ചുരുക്കി പറഞ്ഞ പിള്ളേരെല്ലാം തെങ്ങിൻ്റെ മുട്ടിലും കൂടി പന്തലി ഭയങ്കര യോഗം. 11 മണിയായപ്പോൾ പുള്ളി പറഞ്ഞു, ഇനിയും പിള്ളേർ പരിപാടി നടത്തും. അപ്പോഴത്തേക്ക് എല്ലാവരും കഴിച്ചു വെച്ച് വീട്ടിൽ പോയി. പിന്നെ ഇവരെന്തോ നടത്താനാ ഉണ്ടോ? ഞാൻ പറയാം, നീ ഒരുത്തനാ ഉപദേശിയെ കൊണ്ടല്ലെന്ന് ഞാൻ അന്നേരെ പറഞ്ഞ. ഉപദേശി വന്ന അന്തരീക്ഷം ഉണ്ടാക്കും. ഉണ്ടെന്നില്ല. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയാം. വിശ്വാസം തടുക്കുന്ന ചില ബറേശുക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് അതിനെ ശാസിക്കുന്ന ചില ശൗലിമാർ എഴുന്നേക്കണം. തിരിച്ചറിഞ്ഞ് ദൈവത്തിനൊരു സ്തോത്രം ചെയ്യ്. ഇനി അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. പൗലോസ് ശൗൽ ആത്മാവിൽ വായിച്ചു. അപ്പോൾ പൗലോസ് എന്ന പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ. എന്നാ വിളിയാ! സാത്താന്റെ മോനെ, സാത്താന്റെ കൊച്ചുമോനെ. ആരും മിണ്ടുന്നില്ല. സാത്താന്റെ മോനെ പിന്നെ അളിയന്റെ മോനെ എന്ന് വിളിക്കാൻ പറ്റുമോ? നിങ്ങൾ ഇങ്ങോട്ട് നോക്കി വെച്ച് പറ. സാത്താന്റെ മോനെ എങ്ങനെ വിളിക്കാൻ പറ്റൂ? പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ. പിശാച് ആദ്യം മുതൽ പാപം ചെയ്തിരിക്കുന്നു. സാത്താന്റെ മകനെ. വായിച്ച് ഒന്നുകൂടെ. സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സാത്താന്റെ മകനെ, സർവ്വനീതിയുടെ ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കയില്ലയോ? ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കുമെന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു. കൈ പിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിന്റെ വിശ്വാസത്തെ തടഞ്ഞവന്റെ മേൽ യഹോവയുടെ കൈ ഭാരമാകുന്നു. ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് പറയുക, ആരാധനയെ തടയുന്ന ഫറവോനെ, മറുപടിയെ തടയുന്ന പാർസി രാജ്യത്തിന്റെ പ്രഭുവേ, ഇതിനകത്ത് തീ വ്യാപരിക്കാൻ പോവുക. ഇന്ന് പകൽ നിന്റെ ആരാധനയെ തടയുന്ന ചില ഫറവോന്മാരെയും മറുപടിയെ തടയുന്ന ചില പാർസി രാജ്യത്തിന്റെ പ്രഭുവിനെയും ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രയെ തടയുന്ന ചില അമാലിയക്കനെ ദൈവമെന്ന് ശാസിക്കും. യേശുവിന്റെ നാമത്തില് എനിക്കെന്തോ ദൈവം ബോധ്യം തരിക. നിന്നെ തടയുന്ന കൈകളെ ദൈവം വെട്ടിമാറ്റും. വിശ്വാസം കൊണ്ട് ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ നിന്റെ വീടിനകത്ത് വിശ്വാസം വരാൻ പോവുക.
ഓ, യേശുവിന്റെ നാമത്തിൽ തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യ്. നിന്റെ വീടിനകത്ത് ഒരു കുളമ്പ് പോലും ഒറ്റയ്ക്കൊക്കെ വിശ്വാസത്ത് വന്നവരോട് ദൂത് പറയാം. ദൂത് കേട്ടോ, നീ അവരുടെ പക്ഷമാകുമെന്നല്ല, അവർ നിന്റെ പക്ഷമാവും. ഒരാമയും വരുന്നില്ല. യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെന്ന് പറഞ്ഞപ്പോ സ്തോത്രം എഴുതിയിട്ടോ. നിന്റെ ഒറ്റയാടെ വിശ്വാസം മതി. നിന്റെ വീട് മുഴുവൻ ആ വിശ്വാസത്തോട് ചേരാൻ പോവുക. ആരാധന ഇഷ്ടമല്ലാത്ത മോനും ആരാധന ഇഷ്ടമല്ലാത്ത മോളും അവളെ തടയുന്ന കൈകടമേൽ യഹോവയുടെ കൈഭാരം. ചില കൂട്ടുകെട്ട് പൊളിയുന്നു. തലമുറ ആരാധനയ്ക്ക് വിടാത്ത റമന ഇന്നിവിടെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ സന്തതിയെ ആരാധനയ്ക്ക് വിടാത്ത ആ ദുഷ്ട കൂട്ടുകെട്ട് വചനം പറയുക, നിന്നെ മനുഷ്യന്റെ കൂട്ടുകെട്ടിൽ നിന്ന് ഞാൻ വിടുവിച്ച് എൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ മറയ്ക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അമ്മി ആരാധിക്കുന്ന നിന്റെ കുഞ്ഞ് ഇനി സ്നാനപ്പെടാൻ അല്പ ദിവസം മതി. എഴുതിയിട്ടോ. അവൻ ചോദിക്കും, മമ്മി എന്നാ സ്നാനം, ഡാഡി എന്നാ? യെസ്. നീ വിശ്വസിച്ച പോലെ നിന്റെ വീട്ടിൽ ചിലത് നടക്കാൻ പോവാ. ഞാൻ ദൈവത്തിന്റെ പ്രവാചകനായി ഇന്ന് വചനം കേൾക്കുന്നവരോട് പറയാം, നീ വിശ്വസിക്കുന്ന പോലെ നിന്റെ വീട്ടിൽ ചിലത് സ്തോത്രം എഴുതിയിട്ടോ. ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ യോശുവ പറഞ്ഞു, നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നോഹ പറഞ്ഞു, നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ എൻ്റെ മക്കളും മരുമക്കളും പെട്ടകത്തിൽ കയറും. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചതിനോട് ദൂത് പറയുക, നീ അവരുടെ പക്ഷം തിരിയത്തില്ല. നിന്നെ പിടിച്ച കാട്ടി കൊണ്ടുപോകുവാൻ സാത്താൻ പദ്ധതിയിടുമ്പോൾ നിന്നെ വെട്ടുകുഴിയിൽ വെച്ച് കുറവ് തീർത്ത കല്ലായി എൻ്റെ ദൈവം കണ്ടിരിക്കുക. എനിക്കൊരു ബോധ്യം തരുന്നത്, തടയുന്ന കൈകളല്ല. ചില വീടുകൾക്കകത്ത് നന്മ വെളിപ്പെടാതെ, ഗ്ലോറി ടു ഗോഡ്. ഒരു വെളിപ്പാടൂടെ പറയാം. ദാനിയേൽ പ്രാർത്ഥിക്കാനിരുന്നു. ആരംഭ ദിവസം തന്നെ മറുപടി ദൈവത്തിൽ നിന്ന് വന്നതാ. പക്ഷെ 21 ദിവസം ആ മറുപടിയെ ഒരു സ്ഥലത്ത് തടുത്തു വെച്ചു. പക്ഷെ ഇനിയും തടുത്തു വെക്കാൻ പറ്റത്തില്ല. സ്വർഗം ദൂതന്മാരുടെ കൗൺസിൽ വിളിച്ചിരിക്കുക. എന്താ കാര്യം? ആ തടസ്സത്തെ വെട്ടിമാറ്റി ഉപവസിക്കുന്നവന്റെ കയ്യിൽ മറുപടി എത്തി. കണ്ടോ, ചില കരങ്ങൾ മറുപടിക്ക് തയ്യാറായിക്കോ. ചിലര് മറുപടിക്ക് തയ്യാറായിക്കോ. Glory to God. Glory to God. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക. നീ ഇരിക്കുന്ന സ്ഥലത്ത് മറുപടി നിന്റെ കയ്യിൽ വരാൻ പോവാ. വിശ്വാസമുണ്ടോ? ആ തടസ്സം ദൈവം വെട്ടി മാറ്റിയെന്ന് നീ കേൾക്കാൻ പോവാ. ആ പാർസി രാജ്യത്തിന്റെ പ്രഭുവോട് പടവെട്ടുന്നത് നീ അല്ല, ദൈവത്തിന്റെ പ്രധാന ദൂതൻ. യേശുവിന്റെ നാമത്തില് ഇന്നിവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിനക്ക് ദൈവം തന്ന മറുപടി നിന്റെ വീട്ടിൽ വെളിപ്പെടാതെ വണ്ണം തടസ്സം ചെയ്യുന്ന സ്പിരിറ്റ് ഇന്നത്തെ പ്രാർത്ഥന ദൈവം നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. എൻ്റെ കൂടെ ഒരു വിശ്വാസം പറയാമോ? എന്നാ കൈ ഒന്ന് ഉയർത്തിപ്പിടിക്ക. എന്നിട്ട് പറ, എൻ്റെ കൈ മറുപടി പ്രാപിക്കാൻ സമയമായെന്ന് പറ. ഗ്ലോറി ടു ഗോഡ്. ചിലരുടെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ, ചിലരുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ, ചിലരുടെ കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിൽ, ചില സന്തതികളുടെ എക്സാം റിസൾട്ടിൻ്റെ കാര്യത്തിൽ മറുപടി വെളിപ്പെടാൻ സമയമായി. ആരോടൊക്കെയോ ഞാൻ പ്രവചിച്ചു പറയുന്നു, മറുപടിയെ തടയുന്ന കൈകള് ഇസ്രായേൽ മക്കളോട് പറഞ്ഞു,
നിന്നെ ഞാൻ പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലെത്തിക്കാം. ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. ഒരു ചോദ്യം, ദൈവം പറഞ്ഞെങ്കിൽ ദൈവം നിവർത്തിക്കുവോ? പറ. അമാലേക്കർ പറഞ്ഞു, ഒരടി മുന്നോട്ട് വിടുകയില്ല. കൊണ്ടുപോകുമെന്ന് ദൈവവും വിടത്തില്ലെന്ന് ശത്രു. ആര് ജയിക്കും? ദൈവം ജയിക്കും. ഒരാമയും വരുന്നില്ല. നിന്നെ എത്തിക്കാൻ തമ്പുരാൻ ഇന്ന് പകൽ ആരംഭിച്ച പദ്ധതി, വഴിമധ്യത്തിൽ നീ അറിയാത്തൊരു ശത്രു നിന്നെ തടയാൻ വന്നെങ്കിൽ ഇവിടെ ചില മോശമാരെ കൈമൊക്കാൻ വേണം. ഇവിടെ ചില മോശമാരെ കൈ ഉയർത്തി പിടിക്കാൻ വേണം. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ, കൈയടിച്ച് ബഹളം വെച്ച് പോകല്ല. നിങ്ങളുടെ ഉള്ളിൽ ഈ ദൂതിറങ്ങണം. എന്നോട് കർത്താവ് പറയുക, തമ്പുരാൻ നിന്നെ എത്തിക്കാൻ തീരുമാനിച്ച സ്ഥലത്തു തന്നെ നീ എത്തിയിരിക്കും. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ഒരു പടിയുടെ ദൈവം തീരുമാനിച്ച കാര്യം തന്നെ നിന്റെ വീട്ടിൽ നടക്കും. വിശ്വാസമുണ്ടോ? ദൈവം തീരുമാനിച്ച ഡേറ്റിൽ തന്നെ നിന്റെ ഭാവി പദ്ധതി വെളിപ്പെടും. ദൈവം തീരുമാനിച്ച സ്ഥലത്തു തന്നെ നീ വീട് വെക്കും. ദൈവം തീരുമാനിച്ച സ്ഥലത്തു തന്നെ നീ ജോലി ചെയ്യും. പക്ഷെ അതിനെ തടയുന്ന ഏത് അമാലിയക്കൻ വെളിപ്പെട്ടാലും നീ ഒന്ന് കൈ ഉയർത്താൻ തയ്യാറായാ മതി. തടസ്സം മാറാൻ ദാനിയേൽ ചെയ്തത് ഉപവസിക്കുക. തടസ്സം മാറാൻ, ഗ്ലോറി ടു ഗോഡ്. മോശ ചെയ്തത് ദൈവത്തിന്റെ വടി കൈപ്പിടിച്ചോണ്ട് കുന്നിന്റെ മുകളിൽ കൈ ഉയർത്താൻ തീരുമാനിച്ചു. ഗ്ലോറി ടു ഗോഡ്. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. ഇന്നിവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് നിന്റെ തടസ്സമായി കിടക്കുന്ന വിഷയത്തിൽ ഒരു റിസൾട്ട് ഉണ്ട്. ജീസസ്. ഇനി ഒത്തിരി സമയതാമസമില്ല. ഉടനെ തന്നെ ആ തടസ്സം മാറും. എത്ര പേർ ഇത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ ഇത് വിശ്വസിക്കുന്നുണ്ട്? ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവം ദൂത് പറയുക, നിന്റെ വീട്ടിലോട്ട് ആ നന്മ വരാൻ പോവുക. നിന്റെ വീട്ടിലോട്ട് ആ വാഗ്ദത്തം വരാൻ പോവുക. നിന്റെ തടഞ്ഞു വെച്ച പേപ്പേഴ്സ് സ്തുതിക്കണമെങ്കിൽ സ്തുതിച്ചോ. ഒരു വാക്യം വായിക്കണം. അത് വായിച്ചാൽ മുമ്പോട്ട് പോകാൻ പറ്റൂ. ജീസസ്, ജീസസ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 6-ാമത്തെ വചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 6-ാമത്തെ വചനം. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. തെക്കിനോട് തടഞ്ഞു വെക്കരുത്. തടഞ്ഞു വെക്കുന്ന സീസൺ ഇന്ന് കഴിയുക. ഒരാമയും വരുന്നില്ല. അത് റിലീസാകുന്ന ദിവസങ്ങളാ. ദൈവം അരുളി ചെയ്യുക, തടഞ്ഞു വെക്കരുത്. ഈ ദൂത് വെളിപ്പെടുത്തുമ്പം പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന ബോധ്യം, ഒരുപക്ഷെ ഇന്ന് ഇവിടെ എഴുന്നേറ്റ് കഴിയുമ്പം നീ കേൾക്കാൻ പോകുന്ന ആദ്യത്തെ വാർത്ത തടഞ്ഞ കൈ മാറിയെന്ന. ഒഴുകി വരുന്ന വെള്ളത്തെ മതില് കെട്ടി തടയുന്നത് പോലെ വർഷങ്ങളായി നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ ഏത് ശത്രു തടഞ്ഞോ ആ തടഞ്ഞ കരം ഇന്ന് പ്രയറിൽ നീങ്ങണം.
നീ ഇവിടെ ഇരിക്കുമ്പം നിന്റെ സന്തതി ഇരിക്കുന്നിടത്ത് ഈ തടസ്സം മാറിയത് ഫീലാവും. ഞാൻ വെളിപ്പാടാ പറയുന്നേ. നിന്റെ കൂടാരത്തിൽ നന്മ വെളിപ്പെടാതെ, നിന്റെ വീട്ടിൽ സമൃദ്ധി വെളിപ്പെടാതെ, നിന്റെ സന്തതിയിൽ അനുഗ്രഹം വെളിപ്പെടാതെ തടഞ്ഞു വെച്ച ആ കരം, ഞാൻ ഒരു വെളിപ്പാടൂടെ പറയാം. നിനക്ക് ദൈവം അനുഭവിക്കാൻ വെച്ചതല്ല ഇപ്പോൾ നീ അനുഭവിക്കുന്നേ. ഈ അന്തരീക്ഷം ഉടനെ മാറും. ഗ്ലോറി ടു ഗോഡ്. നിനക്ക് അനുഭവിക്കാൻ ദൈവം വെച്ചത് വെളിപ്പെട്ടു വരാൻ പോവാ. എത്ര പേർക്കത് മനസ്സിലാക്കാൻ പറ്റും? അച്ഛാ ഒന്ന് കൈ ഉയർത്തി പിടിക്കാം. അച്ഛൻ്റെ അടുക്കൽ ഈ ദൈവം വന്ന് നിൽക്കുന്നേ കണ്ടോണ്ടാ അച്ഛൻ്റെ കൈ ഉയർത്തിച്ചത്. ഞാൻ ഈ ബലൂണ് അച്ഛൻ എന്നെ നോക്കിയിരിക്കണം. ബലൂണ് നമ്മളിങ്ങനെ എയർ ഫില്ല് ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വീർക്കും. വലിയ ബലൂൺ. ഇതുപോലെ ശത്രു വീർപ്പിച്ച് നിർത്തിയിരിക്കുന്ന പലതും നിന്റെ കുടുംബത്തിനകത്തുനിന്ന് ദൈവം എയർ അഴിച്ചു വിടുമ്പോൾ ആ ബലൂണ് ചൊങ്ങുന്ന പോലെ ഇപ്പം നിന്റെ കൂടാരത്തിനകത്ത് ശത്രു ഒരു വല്ലാത്ത അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടേക്കും. ജീസസ്, സ്വസ്ഥമായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സ്വസ്ഥത കിടത്തക്കവണ്ണം ശത്രു നിന്റെ കുടുംബത്തിൽ വാദപ്രതിവാദം നടത്തുമ്പോൾ നിന്റെ വീട്ടിലിറങ്ങി വന്ന്, ജീസസ്, ആന്റിയെ കർത്താവ് തൊടുന്ന ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ നിന്റെ ശരീരത്തൊരു സൗഖ്യം ഹോളി സ്പിരിറ്റ്, ജീസസ്. രണ്ടുപേർക്കും ക്യാൻസർ. ഞാൻ കണ്ട കാഴ്ച, ഒരു ബലൂൺ ആ വീട്ടിൽ ഊതി വീർപ്പിച്ചിട്ട് ഇവർക്ക് ആ വീട്ടിൽ ഇരിക്കാൻ പറ്റുക. ദൈവദാസൻ ചോദിച്ചു പറഞ്ഞ കേട്ടോ, 2 പേർക്കും ക്യാൻസറാ. ഹസ്ബൻഡ് വൈഫ് അല്ലേ? പ്രാർത്ഥന കേൾക്കാറുണ്ട്. അപ്പൊ മകളാണ് കൊണ്ടുവന്നത്. ഹസ്ബൻഡും വൈഫും അല്ലേ? അതെ. ഞാൻ രണ്ടാമത് കണ്ട കാഴ്ച, ആ വീട് മുഴുവൻ ഊതി വീർത്ത് നിൽക്കുന്ന ബലൂൺ എയർ അഴിച്ചു വിടുന്നത് പോലെ അത് പോകും. ഞാൻ അവരെ ലൈഫിൽ ആദ്യമായി കാണുക. അവരെൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അവിടെ ഇരുന്നു. പക്ഷെ ഞാൻ ഇതിനകത്തൊരു ദൂത് പറയാം. പ്രാർത്ഥിച്ചോ, ഇന്ന് തടസ്സം മാറും. ആയുസ്സിനെ വെല്ലുവിളിക്കുന്ന ഈ അന്ധകാര ശക്തികൾ നിന്റെ ഇടതുകാലിന്റെ ചലനശേഷി അവരെ തൊട്ടിട്ടുണ്ട്. ഇന്ന് പകല കാലിന്റെ ചലനശേഷി തിരിച്ചു തന്നോണ്ടൊരു ചില വീടുകളിൽ നിന്ന് തടസ്സങ്ങളിൽ നിന്ന് അഴിഞ്ഞു പോവുക. തടസ്സങ്ങൾ അഴിഞ്ഞു പോവുക. എഴുതിയിട്ടോ, നിന്റെ സന്തതിയുടെ തടസ്സങ്ങൾ പൊട്ടുന്നത് ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ കാണുന്ന വെളിപ്പാടാ പറയുന്നേ. നിന്റെ കുടുംബത്തിന്റെ തടസ്സങ്ങൾ ഒഴിയാ ബാധ പോലെ. ഭാര്യയ്ക്കും ഭർത്താവിനും ക്യാൻസർ വ്യാപരിക്കുവോ? എന്നാൽ 2 പേരും ഒന്നിച്ച് സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തില്. ഇന്ന് ഇതിനകത്ത് യെസ് ഹോളി സ്പിരിറ്റ്. ആയിരക്കണക്കിന് തടസ്സങ്ങൾ ഒരുപോലെ ഹോളി സ്പിരിറ്റ് ക്ലിയർ ചെയ്യാൻ പോവാ. ഞാൻ പ്രവചിക്കണ്ട, നീ പറയും തടസ്സം പോയെന്ന്. നീ പറയും
എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിന്റെ തടസ്സം പൊട്ടി. ചിലർക്ക് സാമ്പത്തികത്തിൽ മാത്രമാ തടസ്സം, ചിലർക്ക് ആരോഗ്യത്തിൽ മാത്രമാ തടസ്സം, ചിലർക്ക് ഫ്യൂച്ചറിൽ മാത്രമാ തടസ്സം. എന്നോട് ദൈവം ആയിരക്കണക്കിന് തടസ്സങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ. ഇതൊരു വ്യത്യസ്തതയുടെ ദിവസമാ, ഇതൊരു വ്യത്യസ്തതയുടെ ദിവസമാ. നിന്നെ തടയുന്ന ചില ബെറേസുകൾ, ഹോളി സ്പിരിറ്റ്, നിന്നെ തടയുന്ന ചില ഫറവോന്മാർ, തടയുന്ന ചില പാർസി രാജ്യത്തിന്റെ പ്രഭു, തടയുന്ന ചില അമാലിയക്കാർ, അബ്രഹാമേ നിന്റെ വാഗ്ദത്തത്തെ തടയുന്ന ദുഷ്ടശക്തി ഇന്ന് റിലീസാകും. അവനാണോ ഇവനെന്ന് ചിലർ ചോദിക്കത്തക്ക രീതിയിൽ നിന്റെ തടസ്സങ്ങൾ ഒഴിയും. അപ്പൊ വിശ്വാസം കാക്കണമെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മർമ്മം, നിന്റെ വിശ്വാസത്തെ തടയുന്ന ശക്തികളോ. നീ വിശ്വാസം ദൈവവചനം കേട്ട് പ്രാപിച്ചിട്ട് വീട്ടിലോട്ട് പോകുമ്പോ എവിടെ പോയായിരുന്നു? അതിന് യോഗത്തിന് പോയാ. എന്നിട്ട് എന്തോ പറഞ്ഞു? ഭയങ്കര കാര്യം നടക്കും. ചുമ്മാതെ ഇതൊക്കെ ചുമ്മാതെ. ഇവിടെ വിശ്വാസം എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണോ? നീ ആയിട്ടില്ലേ അവിടെ യോഗത്തിന് പോയി? ആരല്ലേ ഇവിടെ യോഗത്തിന് പോകും? അതുകൊണ്ട് അപ്പുറത്തോട്ട് കൊട്ടയെ പോയാ നീ അവിടെ ആ നടന്മാരുടെ ചാട്ടവും കാണാം, കപ്പലണ്ടിയും കഴിക്കാം. വിശ്വാസം തടയുക, ചിരിച്ചുകൊണ്ട് തടയുക. പ്രാർത്ഥിച്ച് കൃപ പ്രാപിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അതിനെതിരെ ഒരാൾ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുക. ഇന്ന് ആ തടയുന്ന കൈകൾക്ക് ദൈവത്തിന്റെ കരം ഭാരമാണ്. ഒന്നാമത്തെ ദൂതം വിശ്വാസം കാക്കണമെന്ന് പറഞ്ഞാൽ, രണ്ടാമത് എന്താണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്? വാക്യത്തിലേക്ക് വരാം. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യം. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. ഇവിടെ രണ്ടാമതൊരു കൂട്ടരെ പൗലോസ് വെളിപ്പെടുത്തുക, വിശ്വാസ കപ്പൽ തകർന്നു പോയവൻ. ഇരിക്കുന്ന ആളോടൊന്ന് ചോദിച്ചാൽ വിശ്വാസ കപ്പൽ തകർന്നോ അതോ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിക്കുന്നത് നല്ലതാ. ഒരു വലിയ വിശ്വാസത്തിന് ഉടമയാകണം ഇന്ന്. സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന വിശ്വാസം. ചുടക്കേറി പറയാം, അവ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് 18-ാമത്തെ വാക്യം മുതൽ വായിക്കാം. മകനെ തിമോത്തിയോസേ, മകനെ തിമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായിരുന്ന പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു, ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി. തിമോത്തിയോസേ, നീ വിശ്വാസവും നല്ല മനസാക്ഷി. നല്ല മനസാക്ഷി. ഈ ചിലർക്ക് വിശ്വാസം മാത്രം പോരാ, എന്തോ വേണം? നല്ല മനസാക്ഷി. എന്തുവാ? നല്ല മനസാക്ഷി. അതെന്തുവാ നല്ല മനസാക്ഷി? ചിലർക്ക് മനസാക്ഷിയേ ഇല്ല. പിന്നെന്തുവാ നല്ല മനസാക്ഷി? മുകളിലത്തെ വാക്യങ്ങളിൽ ദുരുപദേശങ്ങളുടെ കവിഞ്ഞൊഴുക്കുകൾ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ തകർക്കത്തക്ക രീതിയിൽ വെളിപ്പെട്ടെങ്കിൽ, തിമോത്തിയോസേ, മുമ്പുണ്ടായിരുന്ന പ്രവചനങ്ങൾക്കൊത്തവണ്ണം നിന്റെ നല്ല മനസാക്ഷി വൈര. മകനെ തിമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു.
നീ വിശ്വാസവും നല്ല മനസാക്ഷി ഉള്ളവനായി. രണ്ട് കാര്യങ്ങൾ വേണം തിമോത്തിയോസേ, നിനക്ക് വിശ്വാസം വേണം, നല്ല മനസാക്ഷി വേണം, ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനയോസും അലക്സന്തരും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഒരാമയും പറഞ്ഞാട്ട് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നിനക്ക് നല്ല മനസാക്ഷി. ഒരു ദുരുപദേശം കേട്ട് അതിൻ്റെ പുറകെ പോകുവല്ല, നല്ല മനസാക്ഷിയോടെ നല്ല വിശ്വാസത്തോടെ നീ നിൽക്കുന്നില്ലെങ്കിൽ നിന്റെ വിശ്വാസ കപ്പൽ തകർക്കുന്ന ശക്തിയുണ്ട്. ഒരാമയും വരുന്നില്ല. നിന്റെ വിശ്വാസം നോക്കി, ഒരു കപ്പല് മുന്നോട്ട് പോകണമെങ്കിൽ ഈ കപ്പലിന് തോന്നിയ വഴിയെ കൂടെ പോകാൻ പറ്റത്തില്ല. പറ്റുമോ? പറ. ഇല്ല. കടല് പറന്ന് കിടക്കില്ല എന്ന ഏരിയ അല്ല. കപ്പലിന് പോകാനും വണ്ടി പോകുന്ന പോലെ തന്നെ റൂട്ട് മാപ്പുണ്ട്. ആ റൂട്ടിൽ കൂടെ പോകാൻ പറ്റും. പോലീസ് പറയുക, അരുതാത്ത ഉപദേശം നിന്റെ വിശ്വാസ കപ്പൽ തകർക്കും. ഒത്തിരി പേരുടെ വിശ്വാസ കപ്പൽ ശത്രു തകർത്തു കളഞ്ഞു. നിന്റെ വിശ്വാസ കപ്പൽ തകരരുത്. കണ്ടോ, വിശ്വാസത്തെ തടുക്കപ്പെടരുത്, വിശ്വാസ കപ്പൽ തകരരുത്. പെട്ടെന്ന് അടുത്ത ഭാഗത്തൂടെ പോയി, എന്നാലേ ഞാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് വരാൻ പറ്റത്തുള്ളൂ. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായം 21-ാമത്തെ വാക്യം. ആജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. മതി. അടുത്തതാണ് വിശ്വാസം വിട്ട് തെറ്റിപ്പോയി. 20 മുതൽ വായിര. അല്ലയോ തിമോത്തിയോസേ, നിന്റെ മക്കൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനം എന്ന വ്യാജമായി പേർ പറയുന്നതിന്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെ ഒഴിഞ്ഞു നിൽക്കാം. ഇവിടെ തിമോത്തിയോസിനുള്ള പൗലോസ് പറയാ, സൂക്ഷിച്ചോണം, ഭക്തിവിരുദ്ധമായ തർക്കസൂത്രങ്ങളെ ഒഴിഞ്ഞു നിൽക്കാം. ആ ജ്ഞാനം, അതായത് ദൈവത്തിന് സ്തോത്രം, വഞ്ചനയുടെ ആത്മാവ്, ചതിവിന്റെ ആത്മാവ്, സ്തോത്രം, അത് ഉള്ള ചിലർ ആ ജ്ഞാനം സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയി. അപ്പൊ നിങ്ങൾ നോക്കി, വിശ്വാസത്തെ തടയുന്നവരുണ്ട്, 2 വിശ്വാസ കപ്പൽ തകർക്കുന്നവരുണ്ട്, 3 വിശ്വാസം വിട്ട് തെറ്റിക്കുന്ന ശക്തികളുണ്ട്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ വിശ്വാസം എന്ത് ചെയ്യണം? കാക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. വിശ്വാസത്തിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ഞാനൊരു സന്ദേശം പറയാം, വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാത്ത ഒറ്റ വ്യക്തിയെ ഞാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല. അതിന്റെ കാരണം എന്താ? നീ കോടീശ്വരനായോന്നല്ല, നീ വിശ്വാസത്തിൽ സമ്പന്നനായോന്നാ. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. തിമോത്തിയോസിന്റെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം ഹല്ലേലൂയ 18-ാമത്തെ വാക്യം. സ്തോത്രം. ഹുമനയോസും ഫിലത്തോസും അവരുടെ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി പുനരുത്ഥാനം ഇവിടെ എഴുതിക്കുക. സ്തോത്രം. സത്യം വിട്ട് തെറ്റി പുനരുദ്ധാനം കഴിഞ്ഞെന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. ഭയങ്കര പ്രശ്നമാണല്ലോ. വിശ്വാസം തടയുന്നവര്, 2 വിശ്വാസ കപ്പൽ തകർക്കുന്നവര്, 3 വിശ്വാസത്തിന് തെറ്റിക്കുന്നവര്, 4 വിശ്വാസം മറിച്ചു കളയുന്നവര്. സ്തോത്രം. നമുക്ക് അതിന്റെ 15-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ ഇച്ചിരൂടെ മനസ്സിലാവും. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ച് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി. സത്യവചനം എന്തേലും പ്രസംഗിക്കുമല്ല, ഉള്ളതുപോലെ പ്രസംഗിക്കണം. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ച്
ലജ്ജിപ്പാൻ വകയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ഭക്തിക്ക് ചേരാത്ത ലാഭക്കച്ചവടം ഒഴിഞ്ഞിരിക്കുക. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകളെ. സൂത്രവാക്കൊക്കെ ശ്രദ്ധിച്ചോണം. അർബുദബാധി പോലെ തിന്നുകളെ. ഹുമനയോസും ഫിലേത്തോസും. എന്നിട്ട് എഴുതിയ പൗലോസ് ഹുമനയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ള സൂക്ഷിച്ചോണം. അവർ സത്യം വിട്ട് തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞെന്ന് പറഞ്ഞു ചിലരുടെ വിശ്വാസം മറിച്ചു കളയും. കേട്ടോ, പുനരുത്ഥാനമൊക്കെ കഴിഞ്ഞ് ഇനി അതൊന്നും ഇല്ലെന്ന് പറഞ്ഞ് വിശ്വാസം തെറ്റിച്ചു കളഞ്ഞു. ഒന്ന് വിശ്വാസത്തിൽ നിൽക്കണമെങ്കിൽ എന്നാ പാടാ. സ്തോത്രം, ഹല്ലേലൂയ. ഈ സ്തോത്രം റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം, പെട്ടെന്ന് പോമേ, 4-ാം അധ്യായം 19-ാമത്തെ വാക്യം പൗലോസ് അബ്രഹാമിന്റെ വിശ്വാസത്തെ എടുത്തു പറയുന്ന ഒരു ഭാഗമാണ്. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അബ്രഹാമിന്റെ ഒരു പ്രത്യേകത പൗലോസ് പറയാ, വിശ്വാസത്തിൽ എന്ത് ചെയ്തില്ല? ക്ഷീണിക്കാത്ത വിശ്വാസം. അടുത്തിരിക്കുന്ന ആളെ എന്ന് തൊട്ടേച്ച് ഒരു വിശ്വാസത്തിൽ ക്ഷീണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടോ? പിന്നെ കഴിഞ്ഞ ആഴ്ച സ്തോത്രമൊക്കെ ഇച്ചിരി കുറവായിരുന്നല്ലോ. സ്തോത്രം. സാഹചര്യങ്ങളെ നോക്കുന്നവൻ വിശ്വാസത്തിൽ എന്ത് ചെയ്യും? ക്ഷീണിക്കും. സാഹചര്യങ്ങൾക്കപ്പുറത്താണ് നമ്മുടെ വിശ്വാസം. അബ്രഹാമിന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിലെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തു. സാഹചര്യങ്ങൾ നടക്കത്തില്ലെന്ന് പറയുമ്പോൾ ശക്തിപ്പെട്ട് സ്തോത്രം ചെയ്യണം. നടക്കും. എന്നോട് ദൈവം പറയുക, ചിലതൊക്കെ തിരിയാൻ പോവുക. യേശുവിന്റെ ചില നിഗൂഢ പദ്ധതികൾ തിരിയാൻ പോവുക. പ്രാർത്ഥിക്കുന്ന നീ പറയണം, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട. ഒന്ന് പറഞ്ഞേ, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട. ഞാൻ പണ്ടൊരു ദിവസം പ്രസംഗിച്ചപ്പോളേ ഞാനിങ്ങനെ ഒരു ഭാവന പറഞ്ഞു. ഈ അബ്രഹാം ഇങ്ങനെ ചാരുകസേരയിൽ ഇങ്ങനെ നിവർന്ന് കിടക്കുമ്പം സാറാമ്മച്ചി ഒരു കൈ നെസ്കോഫി ഒരു കൈ സ്കാനിങ്ങിന്റെ റിസൾട്ടും കൊണ്ടുവന്നു. ബ്രാൻ ചോദിച്ചു, കാപ്പിയല്ലേ? അതെന്നാ? അത് ഇന്നലെ സ്കാൻ ചെയ്തതാ. ബ്രാൻ കാപ്പി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കീറി അടുപ്പിലിട്ടേക്കാൻ പറഞ്ഞു. അതെന്നാ? ആകാശത്ത് നോക്ക്, നക്ഷത്രത്തെ എണ്ണാങ്കി എണ്ണ. മിണ്ടുന്നില്ല. സാഹചര്യങ്ങൾക്കെതിരെ ശബ്ദിക്കണം. അതാണ് വിശ്വാസത്തിൽ ശക്തിപ്പെട്ടവന്റെ ലക്ഷണം. സാഹചര്യങ്ങൾക്കെതിരെ സംസാരിക്കണം. നീ രോഗിയാന്ന് ഡമ്മി വൈദ്യശാസ്ത്രം പറയുമ്പോൾ അല്ല ഞാൻ സൗഖ്യമാകുമെന്ന് പറയണം. നീ കടമുള്ളവനെന്ന് പറയുമ്പോൾ വിശ്വാസം പറയണം, അല്ല കടബാധ്യത ഞാൻ വെളിവരും. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയാ, വിശ്വാസത്തില് ശക്തിപ്പെടണം. വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്. എന്താ ചെയ്യരുത്? വിശ്വാസത്തില് നമ്മൾ വിചാരിച്ചേക്കുന്ന ഇപ്പം ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ മാറ്റം ഉണ്ടായാൽ നമ്മൾ പറയും, ഫസ്റ്റേ ഞാൻ നാളെ ഒരു 3 ദിവസം ഉപവസിക്കാൻ പോകും. എന്തുവാ? ചെറിയ മാറ്റമുണ്ട്. ഉപവാസം തുടങ്ങിയതിൻ്റെ അന്ന് ആ ഉണ്ട മാറ്റം മുഴുവൻ അങ്ങ് പോയി. ഇന്ന് നമ്മൾ വിളിച്ചിരുന്നു, ഫാസ്റ്റേ ഉപവാസം ബ്രേക്ക് ചെയ്യുക കേട്ടോ. അതെന്നാ? ആള് പഴയതുപോലെ ആയിപ്പോയി. ഈ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിന്റെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്. എന്തുവാ? വിശ്വാസത്തിന്റെ പരിശോധന.
സ്തോത്രം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ. മെമ്പർഷിപ്പിലുണ്ടോന്നല്ല, ഇപ്പോഴും നിങ്ങളുടെ അകത്ത് ഉറപ്പുള്ള വിശ്വാസം ഉണ്ടോന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ. ഒരാമയും വരുന്നില്ല. എനിക്കെന്തോ ദൈവാത്മാവ് ദൂതുവാരിവ. ഇന്ന് ചിലതിനെ ഓവർകം ചെയ്യുന്ന ദിവസമാ. തടസ്സങ്ങളെ ജയിക്കുന്ന ദിവസം, വെല്ലുവിളികളെ ജയിക്കുന്ന ദിവസം. ഓ, എന്നോട് ദൈവം പറയാം, റൂട്ട് ക്ലിയർ ചെയ്യാൻ പോവാ. അങ്ങനെ തന്നെ ആ തടസ്സങ്ങൾ വഴിമാറുന്ന വെളിപ്പാട്. യെസ്, വിശ്വാസം കൊണ്ട് സ്തോത്രം ചെയ്തേ. അടുത്ത ചില ദിവസത്തിനകത്ത് എനിക്ക് ദൈവം 23 ദിവസം എന്നൊരു വെളിപ്പാട് തരിക. 23 ദിവസത്തിനകം നിന്റെ റൂട്ട് ക്ലിയർ ആകും. എഴുതിയിട്ട തടസ്സങ്ങൾ മാറും. തടയുന്ന ഫറവോനും തടയുന്ന പാർസി രാജ്യത്തിന്റെ പ്രഭുവും തടയുന്ന അമാലിയക്കനും തടയുന്ന സാത്താനും ഒന്നിച്ച് വഴിമാറി.